ഇതോടുകൂടി ഞാൻ മിമിക്രി രാജിവെക്കോ? അയ്യാ പാവല്ലേ, അയ്യാ പാവല്ലേ, അയ്യാ പാവല്ലേ. ഒന്നും ഞാൻ പറയത്തില്ല, തുറന്നങ്ങ് വിട്ടേക്കുക. നിങ്ങൾക്ക് പോകാം വരാം, പോകാം വരാം. നേരിട്ടൊരൊറ്റ ചോദ്യം ശ്രീ വി വി രാജേഷ്, നേരിട്ടൊരൊറ്റ ചോദ്യം. ആള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി? ഇതെങ്ങനെ ഇങ്ങനെ സൗണ്ട് മാറ്റണേന്ന്? ഫിലിപ്പോസ് അങ്കിളോ? ഞാൻ കണ്ടില്ലാട്ടോ. ഞാൻ പത്മ അനിയത്തിയാ. പിന്നെ മിസ്റ്റർ കുഞ്ഞാള് സ്മാർട്ടാട്ടോ, എനിക്കിഷ്ടായി. സാർ എനിക്ക് ഗുരുവാണ്. യഥാർത്ഥത്തിൽ വിഷ്വൽ മീഡിയയിലേക്ക്, ആ മാധ്യമ പ്രവർത്തനം എന്നുള്ളത് ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമാണെങ്കിലും ആ വിഷ്വൽ മീഡിയയിലേക്ക് വരാനുള്ള കാരണം NP നികേഷ് കുമാർ എന്ന് പറയുന്ന തീപ്പൊരു റിപ്പോർട്ടാണ്. അനുശ്രീക്ക് പനി പിടിച്ച സൗണ്ട് അങ്ങനെ പറഞ്ഞ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ പറഞ്ഞേ പറ്റും. ഞെട്ടി, അയ്യോ ഹൃദയം പൊട്ടി, വഴിയും തെറ്റി, ഇവിടെ എത്തി അമ്മേ. ഇത് ആൾക്കാരൊക്കെ പാട്ട് തന്നെയല്ലേ? എല്ലാ അമ്മമാരുടെയും ജിമിക്കും കമ്മലും മോഷ്ടിച്ചോണ്ടു പോകുന്ന അച്ഛന്മാരും കേരളത്തിലില്ല. മാറുന്ന കേരളീയ യുവത്വം എന്നതിനെ കുറിച്ചായിരുന്നു എന്റെ പ്രസംഗം. നീ കൊള്ളാമല്ലോടി പെണ്ണെ. പുള്ളിക്കാരി പറഞ്ഞ സാധനമേ അല്ല. പക്ഷെ ആൾക്കാർ തീ പെണ്ണുമ്പുള്ള എന്തോ ഈ പറയുന്നേ എന്നൊക്കെ ചോദിച്ചിട്ട് കമന്റിൽ വന്നിട്ട് കിടന്ന് പറയുക. ആശുപത്രി പോവാൻ കാശ് വേണ്ട, പക്ഷേ ഇടയ്ക്ക് ഇതുപോലെ വരാമെങ്കിൽ വല്ലപ്പോഴും മതി. ആരെങ്കിലും കൊണ്ടെന്നൊരു തോന്നല് വേണം മോളെ മനുഷ്യന്മാർക്ക്. ഇന്റർവ്യൂ ഇറങ്ങി കഴിഞ്ഞിട്ട് അത് കേട്ട് കഴിയുമ്പോ എന്റെ സൗണ്ട് ഒന്ന് പറഞ്ഞു. ഉറപ്പായിട്ടും ഇത്രയും കാലം പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. ഈ റിലീജിയനെ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ പെട്ടെന്ന് ഇവിടെ കയറി വരുന്നേ. എന്ത് പറഞ്ഞാലും ഞാൻ, എന്റെ ഫ്രണ്ട്സ്, എന്റെ ലൈഫ്, ഞാൻ വൈറസ് സെൽഫിഷ്. അബി താല്ലേ ഫക്രു, താനൊക്കെ പുഴുത്തിയാവും ദ്രോഹി. അപ്പൊ ഇടയ്ക്ക് സൗബിൻ കുട്ടി വിളിക്കുമ്പോ നീ പോടാ പട്ടി. നീ നോക്കണ്ടടാ, നിന്റെ അച്ഛൻ ഇതുപോലെ ചോര തൊപ്പി തന്നെയാടാ ചത്തത്. അതിൽ നിനക്ക് അഭിമാനിക്കാമടാ. ഒരു 10,000 രൂപ, ഒരു 1,000 രൂപ അക്കൗണ്ടിലേക്ക് കേറിയിട്ടുണ്ട്. അപ്പൊ ഒത്തിരി നന്ദി. ഞാൻ തന്നെ എന്റെ സൗണ്ടും നമ്മൾ രണ്ടുപേരുടെ സൗണ്ടും കൂടെ മ്യൂട്ട് ചെയ്തിട്ട് സ്പോട്ട് ഡബ് ചെയ്തെങ്കിട്ടാ പോരെ.